ഇപ്പോൾ ബോധം വന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ തരട്ടെ? ഗോണിയുടെ മുകളിൽ നിന്നൊന്ന് വീണതാ. ദാ തല തറയിലടിച്ചിട്ടൊന്ന് വീങ്ങിയിട്ടുണ്ട്. മുറിവൊന്നുമില്ല. നാളെ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ അവളെ വീട്ടിൽ കണ്ടു. അവളെന്നെ വീടില്ല. അഞ്ജലി, ഇത് നിന്റെ തോന്നലാണ്. അവളെ എപ്പോഴും മനസ്സിൽ ഓർത്തോണ്ടിരിക്കുന്നതിന്റെ കുഴപ്പമാണ്. അതെ. അല്ല, അനൂപിന് നടന്നതൊക്കെ അറിയാമല്ലോ. അവൾക്ക് എന്നോട് തീരാത്ത പകയാണ്. നമ്മളെ അകറ്റാൻ അവൾ എന്തും ചെയ്യും. ആവശ്യമില്ലാത്ത പറയല്ലേ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. മോള് കിടന്നു ഉറങ്ങിക്കോളാം. അനൂപ്, ഒന്ന് വന്നേ. പേടിക്കാനൊന്നുമില്ല. വീണതിന്റെ ഷോക്ക് മാറിയിട്ടില്ല. സ്കാൻ എടുത്തിട്ട് വീട്ടിൽ പോവാം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അഞ്ജലി ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്നാണ്. എന്തോ ദുസ്വപ്നം കണ്ടതാ. പടിയിറങ്ങുമ്പോഴോ? നിനക്കറിയില്ല ആ വീടിനെ കുറിച്ച്. പല ദുരൂഹതകളുണ്ട്. ഗീതയുടെ ദുർമരണം, പിന്നെ ഇതായിപ്പോൾ അന്നമ്മയ്ക്ക് സംഭവിച്ചത്. അതിൻ്റെ പിന്നിലും എന്തോ മിസ്റ്ററി ഉണ്ട്. എന്തായാലും നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് അഞ്ജലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ നാളെ തിരിച്ചു പോവാം. ഇനി അടുത്ത വെക്കേഷനെ ഇങ്ങോട്ടുള്ളൂ. പോകും മുമ്പ് തന്നെ ഒന്ന് കാണണം. ഞാൻ കാലത്ത് പള്ളി വരാം. അഞ്ജലി വരണം. ഞാൻ കാത്തു നിൽക്കും. ആന്റി, അഞ്ജലി വന്നില്ലേ? വരുമെന്ന് പറഞ്ഞിരുന്നു മോനെ, കണ്ടില്ല. പോട്ടെ. അഞ്ജലി ഉണ്ടോ? അറിയില്ല. പള്ളിയിലേക്ക് പോണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അവിടെ വന്നില്ലല്ലോ. ഇത് അഞ്ജലിക്കൊന്ന് കൊടുത്തേക്കണേ. ആ പിന്നെ ഞാൻ വന്നിട്ട് പോയെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണം. എന്താ ഈ കാണിക്കുന്നത്? ഹായ് അനൂപ്, കല്യാണമൊക്കെ കഴിഞ്ഞോടാ? നമുക്കൊരു ചെലവ് നടത്താതെ ചുളുവിന് ഒപ്പിച്ചു അല്ലേ? അതെ അതെ സർ, ഞാനാകെ എന്താ ചെയ്യണമെന്നറിയാൻ വയ്യാത്ത നിലയിലാണ്. അപ്പോഴാണ് സാറിനെ കുറിച്ച് ആലോചിച്ചത്. സാറിനോട് പറഞ്ഞിട്ടില്ലേ
സാറിൻ്റെ കുടുംബം രക്ഷിച്ചൊരു സണ്ണിയെക്കുറിച്ച്. ആളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവൻ്റെ തലയിൽ 2 സ്ക്രൂ ലൂസാ. ലോകത്ത് എവിടെ കിടന്ന് തെണ്ടിത്തിരിയാണെന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ? നിങ്ങൾ ഈ പേ, പിശാശ്, ചെകുത്താൻ, ആന, ചേന എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് വിടുന്ന ഇറക്കിയിട്ട് ഈ വീട് വിൽക്കാനാണ് പരിപാടിയെങ്കിൽ അതൊന്നും നടക്കാൻ പോണില്ല മക്കളെ. ഞാൻ ഒരാളുടെ ഒരു രോമം പൊട്ടിച്ചിട്ട് എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് അർഹതപ്പെട്ടത് ഞാൻ കൊണ്ടുപോകും. പിന്നെ ഈ വീട്ടിൽ ചില കുഴപ്പങ്ങളുള്ള വിവരം എനിക്കറിയാം. ഇവിടുത്തെ അമ്മൂമ്മ തള്ളയ്ക്ക് പ്രാന്തായിരുന്നു. ചങ്ങലേ കിടന്നിട്ടാണ് ആ തള്ള ചത്തത്. ആ സൂക്കേട് ഇപ്പോഴും ഇവിടെ ഉണ്ട്. എന്റെ ഭാര്യ കൊച്ചുറാണിക്കുണ്ടായിരുന്നു തിരിവട്ടോ അസംബന്ധം പറയുന്നു. ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയാം. ഗീത മരിച്ചതിന് ശേഷവും ആ കുട്ടിയുടെ ആത്മാവ് ഇവിടെ തന്നെ തങ്ങി നിന്നു. മരിച്ച അവളുടെ ശരീരം കിട്ടാത്തതുകൊണ്ട് ചെയ്യേണ്ട പല കർമ്മങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി. ഒടുവിൽ ഞങ്ങൾ പോയി കദളിക്കാട്ട് തിരുമേനിയെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മരിച്ച ഗീതയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാണെന്ന്. അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളുടെയും മനുഷ്യരുടെയൊക്കെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക. അങ്ങനെ കദളിക്കാട്ട് തിരുമേനി വന്ന് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് വാതിലിന്റെ പുറകിൽ ഒരു കുരിശ് തറച്ച് ഗീതയുടെ മുറി അടച്ച് പൂട്ടി. അഞ്ജലി ഇവിടെ വന്ന് അറിയാതെ ആ മുറി തുറന്ന് ആത്മാവിനെ പുറത്തു വിട്ടു. അതാണ് ഇവള് കാണിച്ച അബദ്ധം. അങ്ങനെ ഒരു അബദ്ധം ഇവിടെ സംഭവിച്ചു. ഇനിയിപ്പോ എത്രയും വേഗം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കദളിക്കാട്ട് തിരുമേനിയെ കൊണ്ടുവന്ന് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ മുറി അടച്ച് പൂട്ടണം. അല്ലെങ്കിൽ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഇനി ഇവിടെ നടക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തിരുമേനി വന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ആരും ആ മുറിയിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്. രോമം പറിക്കാൻ നടക്കും.